എറണാകുളം എടവനക്കാട് കടലാക്രമണം തടയാൻ നടപടി ആവശ്യപ്പെട്ട് തീരദേശവാസികളുടെ പ്രതിഷേധം. സംസ്ഥാന പാതയിൽ രാവിലെ ആരംഭിച്ച ഉപരോധം തുടരുകയാണ്. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പ് നൽകിയെങ്കിലും വകുപ്പ് മന്ത്രി എത്തി ഉറപ്പ് നൽകാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. എടവനക്കാട് തീരദേശ മേഖലയോട് കളക്ടറുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ചെറായി വൈപ്പിൻ റോഡ് ഉപരോധിച്ചത്. കടൽക്ഷോഭം ഇല്ലാതാക്കാൻ പുലിമുട്ട്, ടെട്രോപോഡ് എന്നിവ നിർമ്മിക്കുക എന്നതാണ് ആവശ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഫണ്ടില്ലെന്ന് അധികൃതർ പറഞ്ഞതായി പ്രദേശവാസികൾ പറഞ്ഞു. ഇതോടെയാണ് കടുത്ത സമരത്തിലേക്ക് നാട്ടുകാർ നീങ്ങിയത്. ആവശ്യം പുലിമുട്ടോടുകൂടിയുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള കടൽഭിത്തി നിർമ്മിക്കുക. കാരണം 2004 സുനാമിക്ക് ശേഷം ഈ എടവനക്കാടിന് 2.5 കിലോമീറ്റർ എന്നുവെച്ചാൽ സുനാമിക്ക് 2 ജീവിതം നഷ്ടപ്പെട്ട ഒരു ഗ്രാമമാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത്. നാളിതുവരെ സർക്കാരിൽ നിന്നും മാറി വരുന്ന സർക്കാരിൽ നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ തീരസദസ്സിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയുടെ മുമ്പാകെ ഞങ്ങളുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോട് അവിടുത്തെ എസ്റ്റിമേറ്റ് എടുക്കാനും 55 കോടിയുടെ ടെട്രോപാഡ് മോഡലിൽ സീവാള് നിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് എടുത്തു പോയിട്ടുണ്ട്. ജനങ്ങളും പിള്ളേരും എല്ലാവരും ബുക്കുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വെള്ളമില്ല. വെള്ളമുള്ള ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിക്കൊന്നരടുന്ന രീതിയിലാണ് വെള്ളങ്ങൾ വന്നത്. അണിയിൽ കടപ്പുറം, പഴങ്ങാട് കടപ്പുറം, ചാത്തങ്ങാട് കടപ്പുറം എന്നിവിടങ്ങളിൽ 150ഓളം വീടുകൾ കടൽക്ഷോഭ ഭീഷണിയിലാണ്. സമരക്കാരുമായി ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര ചർച്ച നടത്തിയെങ്കിലും വിജയിച്ചില്ല. തൽക്കാലം ജിയോ ബാഗ് സ്ഥാപിച്ച് പരിഹാരം കാണുമെന്നും ടെട്രോപോഡിന് വേണ്ടി DPR കൊടുത്തിട്ടുണ്ടെന്നും സബ് കളക്ടർ. വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് ലഭിക്കും വരെ സമരം തുടരുമെന്നാണ് സമരക്കാർ പറയുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.